അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻ ഓഫ് 3 മൊമെൻറ്റ് ഇക്വേഷൻ ടു പ്രോബ്ലംസ് വിത്ത് ഫിക്സഡ് എൻഡ്. അതായത് ഇത്രയും മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ സിംപ്ലി സപ്പോർട്ടഡ് ബീം, സിംപ്ലി സപ്പോർട്ടഡ് കണ്ടിന്യൂസ് ബീമിലേക്കാണ് നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ അടുത്തത് തൊട്ടിട്ട് നമ്മൾ കണ്ടിന്യൂസ് ബീം വിത്ത് ഫിക്സഡ് സപ്പോർട്ട്, അതായത് ഒരു സപ്പോർട്ട് എന്താവുക, ഫിക്സഡ് സപ്പോർട്ട് ആവുക, ഫിക്സഡ് സപ്പോർട്ടുള്ള കണ്ടിന്യൂസ് ബീംസ്, അതിലേക്ക് എങ്ങനെ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടിപ്പിക്കലായിട്ടുള്ളൊരു കണ്ടിന്യൂസ് ബീം എടുക്കുക, വിത്ത് എൻഡ് എ എന്താവുക, ഫിക്സഡ് സപ്പോർട്ടായിട്ട്. അപ്പം ഫിക്സഡ് സപ്പോർട്ട് ആകുമ്പം ഫിക്സഡ് സപ്പോർട്ടിൽ എന്തുണ്ടാവും, മൊമെൻ്റ് ഉണ്ടാവും, പക്ഷേ സ്ലോപ്പ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് സപ്പോർട്ടിൽ എന്തുണ്ടാവും, എപ്പോഴും മൊമെൻ്റ് എടുക്കും ഫിക്സഡ് സപ്പോർട്ട്, പക്ഷേ സ്ലോപ്പ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതെല്ലാവരും ആലോചിച്ച് വെക്കുക. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു കണ്ടിന്യൂസ് ബീം കൺസിഡർ ചെയ്യുക, അതിൻ്റെ സ്പാൻ എന്താണ്, അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AB, അതേപോലെ തന്നെ BC, അതേപോലെ തന്നെ CD, അങ്ങനെയാണ് ഇപ്പം AB സ്പാൻ, അതേപോലെ തന്നെ BC സ്പാൻ, അതേപോലെ തന്നെ CD സ്പാൻ. AB സ്പാൻ എന്ന് വെച്ചാൽ L1, BC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ L2, CD എന്ന് വെച്ചാൽ L3. അങ്ങനെയുള്ളൊരു കണ്ടിന്യൂസ് ബീം കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ AB സ്പാൻ്റെ ഫ്ലെക്ചറൽ റിജിഡിറ്റി EI1, BC സ്പാൻ്റെ ഫ്ലെക്ചറൽ റിജിഡിറ്റി EI2, CD സ്പാൻ്റെ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്താണ്, EI3. ഇനി ഇതിനെങ്ങനെ നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷനിലേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിക്സഡ് സപ്പോർട്ടിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇമാജിനറി ബീം അല്ലെങ്കിൽ ഒരു ഇമാജിനറി സ്പാൻ A0 A എന്ത് ചെയ്യുക, ഫിക്സഡ് സപ്പോർട്ടിൻ്റെ അവിടെ ആഡ് ചെയ്യുക, ഫിക്സഡ് സപ്പോർട്ടിനെ മാറ്റിയിട്ട് അവിടെ ആഡ് ചെയ്യുക. അതിൻ്റെ ഈ ഇമാജിനറി സ്പാൻ അല്ലെങ്കിൽ ഇമാജിനറി ബീം A0 A ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, ഇൻഫിനിറ്റ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ലെങ്ത് എന്താണ്, L0 ആണ്. അതൊരു ഇമാജിനറി ലെങ്ത് ആണ്, അങ്ങനൊരു ലെങ്ത് ഇല്ല, അപ്പോൾ ഒരു ഇമാജിനറി ലെങ്ത് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്താണ്, EI0. ബാക്കിയൊക്കെ സെയിം ആണ്. ആ ബീമിലേക്ക് എന്ത് ചെയ്ത് നമ്മൾ ആ ഫിക്സഡ് സപ്പോർട്ടിനെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാ ബീമിന് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്പാൻ എന്ത് ചെയ്ത് ആഡ് ചെയ്ത്, അതാണ് ഈ ഒരു ഫിഗർ കാണിക്കുന്നത്. ഇനി നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം ഇപ്പം ഈ ഒരു A0 A എന്ന് പറയുന്ന സ്പാനിൽ ഇൻഫിനിറ്റ് ഫ്ലെക്ചറൽ റിജിഡിറ്റി ആയതുകൊണ്ട് ഈ A0 A എന്ന് പറയുന്ന സ്പാന് എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്താണ്, ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A0 A ആൻഡ് ABയിലേക്ക് എന്ത് ചെയ്യുക, 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം ഞാൻ മുന്നേ പണ്ട് അതിൻ്റെ ഡെറിവേഷനിൽ പറഞ്ഞിനും 3 മൊമെൻറ്റ് ഇക്വേഷൻ്റെ ബേസിക് കൺസിസ്റ്റൻസി കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ലോപ്പ് അറ്റ് മിഡിൽ സപ്പോർട്ട് മെയ്ഡ് ബൈ ദ ലെഫ്റ്റ് സ്പാൻ ഷുഡ് ബി ഈക്വൽ ടു ദ സ്ലോപ്പ് അറ്റ് മിഡിൽ സപ്പോർട്ട് മെയ്ഡ് ബൈ ദ റൈറ്റ് സ്പാൻ. അതായത് മിഡിൽ സപ്പോർട്ടിൽ ലെഫ്റ്റ് സ്പാൻ ഉണ്ടാക്കുന്ന സ്ലോപ്പും അതേപോലെ തന്നെ റൈറ്റ് സ്പാൻ ഉണ്ടാക്കുന്ന സ്ലോപ്പും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ A0 Aയിലും അതേപോലെ തന്നെ ABയിൽ എന്ത് ചെയ്യാണ്, 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പം A0 A എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്താണ്, 0 ആണ്, കാരണം ഇൻഫിനിറ്റ് ഫ്ലെക്ചറൽ റിജിഡിറ്റി ആണ്. അപ്പം 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടീഷൻ ഫോളോ ചെയ്യണം. അപ്പം അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂറ്റി കണ്ടീഷൻ ഫോളോ ചെയ്യണം. അപ്പം AB എന്ന് പറയുന്ന സ്പാന് എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, അതെല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം A0 A എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് 0 ആയിരിക്കും. അപ്പം കണ്ടിന്യൂറ്റി കണ്ടീഷൻ, അതായത് 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് AB എന്ന് പറയുന്ന സ്പാന് എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്തായിരിക്കും, 0 ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം A0 എന്ന് പറയുന്ന സ്പാൻ അല്ലെങ്കിൽ ബീം, ഇതിപ്പോൾ A0 എന്ന് പറയുന്നത് സ്പാൻ അല്ലെങ്കിൽ ബീം രണ്ടും പറയാം. അപ്പം A0 എന്ന് പറയുന്ന സ്പാൻ ഓഫ് ലെങ്ത് എന്താണ്, L0 ആണ്. അതേപോലെ തന്നെ ഫ്ലെക്ചറൽ റിജിഡിറ്റി EI0 എന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പം ഈ A0 എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എങ്ങനെ 0 ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കുക, മുന്നേ പറഞ്ഞ മൊമെൻ്റ് ഏരിയ തിയറംസ് എടുക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണ്, സ്ലോപ്പ് എങ്ങനെയാണ് 0 വരണമെന്നുള്ളത്. അപ്പം സ്ലോപ്പ് എങ്ങനെയാണ് 0 വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ മൊമെൻ്റ് ഏരിയ പഠിച്ച മൊമെൻ്റ് ഏരിയ തിയറംസ് എടുക്കുക. മൊമെൻ്റ് ഏരിയ തിയറംസിൽ ഡിഫ്ലക്ഷൻ നമ്മൾ ഡെറിവേഷൻ്റെ സമയത്ത് ഉപയോഗിച്ചിരുന്നു, അത് നിങ്ങൾ ഓർത്താൽ മതി. രണ്ടാമത്തെ എന്താണ്, സ്ലോപ്പാണ്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊമെൻ്റ് ഏരിയ തിയറംസിൽ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏരിയ ഓഫ് M/A ഡയഗ്രാണ് എന്ത്, സ്ലോപ്പ്. അപ്പം ഏരിയ ഓഫ് M/A ഡയഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/EI പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് മൊമെൻ്റ് ഡയഗ്രാണ് എന്ത്, സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്താണ്, EI0 ആണ്, അതെന്താണ്, ഇൻഫിനിറ്റി ആണ്. അപ്പം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് വരും, 1/EI0 എന്ന് വരും. 1/EI0 എന്താണ്, 1/∞. 1/∞ എന്ന് പറയുന്ന ടേം എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അപ്പം A0 എന്ന് പറയുന്ന സ്പാൻ ഓഫ് ലെങ്ത് L0 ആൻഡ് ഫ്ലെക്ചറൽ റിജിഡിറ്റി EI0 ഈക്വൽ ടു ഇൻഫിനിറ്റി, എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതിതാണ് കാരണം. എങ്ങനെയാണ് സ്ലോപ്പ് 0 ആണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഫിക്സഡ് സപ്പോർട്ടിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A0 എന്ന് പറഞ്ഞൊരു ബീം എന്ത് ചെയ്ത് ഓഫ് സ്പാൻ L0 ആൻഡ് ഇൻഫിനിറ്റ് ഫ്ലെക്ചറൽ റിജിഡിറ്റി വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്ത്. അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്തപ്പം AB എന്ന് പറയുന്ന സ്പാൻ എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്താണ്, ഇപ്പം 0 ആണ്.
അപ്പം എ ബി എന്ന് പറയുന്ന സ്പാൻ എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്താണ് 0 ആണ്. അപ്പം ഫിക്സഡ് സപ്പോർട്ടിലും അതേപോലെ തന്നെ എ ബി എന്ന് പറയുന്ന സ്പാൻ എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്താണ് 0 ആണ്. അപ്പം ഈ ഫിക്സഡ് സപ്പോർട്ടിനെ നമ്മൾ ഒരു A0 എന്ന് പറഞ്ഞൊരു ബീമിന് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തപ്പോഴും എ ബി എന്ന് പറയുന്ന സ്പാൻ എയിൽ ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്താണ് 0 ആണ്. ഓക്കെ, അപ്പം സ്ലോപ്പ് എന്താണ്? ഇപ്പോൾ ഫിക്സഡ് സപ്പോർട്ട് എയിലും 0 ആണ്, അതേപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് എയിലും എന്താണ് 0 ആണ്. അപ്പോൾ ഈ സിസ്റ്റത്തിന് എന്ത് വന്നിട്ടില്ല? ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. അപ്പം സിസ്റ്റത്തിന് ചേഞ്ച് ഒന്നും വരാത്തതിനെ കൊണ്ട് എന്താണ് ഇത് നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്തത് എന്തില്ല, പ്രശ്നമില്ല. അതെല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിക്സഡ് സപ്പോർട്ടിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് എൻഡിൻ്റെ കേസിൽ ഈ ഫിക്സഡ് സപ്പോർട്ടിന് പകരം നമ്മൾ A0 എന്ന് പറഞ്ഞൊരു ഇമാജിനറി സ്പാൻ കൊടുക്കും. പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു A0 എന്ന് പറഞ്ഞൊരു ഇമാജിനറി സ്പാൻ ആഡ് ചെയ്ത് കൊടുക്കും. ഓഫ് ലെങ്ത് L0 ഇൻഫിനിറ്റ് ഫ്ലക്സുറൽ റിജിഡിറ്റിയും. L0 എന്ന് പറയുന്ന ലെങ്ത് എന്താണ്? ഇമാജിനറി ലെങ്ത് ആണ്. ഓക്കെ, അപ്പം അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെന്ത് ചെയ്യും, ഈ ഒരു ബീമിന് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് പോലെ ആക്കും. അപ്പം ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്മളൊരു സപ്പോർട്ട് ആഡ് ചെയ്യുമ്പം ഈ ബീം എന്തായി, കണ്ടിന്യൂസ് ബീം പോലെ ആയി. അപ്പോൾ നമുക്ക് അനാലിസിസ് എന്ത് ചെയ്യും, 3 മൊമെൻ്റ് ഇക്വേഷൻ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഫിഗർ ബി എന്ന് പറയുന്നത് ഈ തന്ന ബീമിൻ്റെ കൂടെ എന്തുണ്ട്, ഈ ഒരു ഇമാജിനറി സ്പാനും കൂടി ഉണ്ട്. അതാണ് ഫിഗർ ബി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയത്. ആ സ്പാൻ എന്താണ്, ഇൻഫിനിറ്റ് ഫ്ലക്സുറൽ റിജിഡിറ്റി ആണ്. അതോടെ എഴുതിക്കണം. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാൻ A0 അതേപോലെ തന്നെ AB എന്ത് ചെയ്യുക, 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ A0A അതേപോലെ തന്നെ AB അങ്ങനെ ഈ 2 സ്പാൻ എന്ത് ചെയ്യുക, ഈ ഒരു 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം MA0 ഇൻറ്റു L0/I0 പ്ലസ് രണ്ടാമത്തെ സപ്പോർട്ട് അതിനെക്കൊണ്ട് 2MA ഇൻറ്റു അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, 2MA ഇൻറ്റു L0/I0 പ്ലസ് L1/I1 പ്ലസ് MB ഇൻറ്റു L1/I1 ഈക്വൽ ടു -6 ഇൻറ്റു. അപ്പം ഈ A0 എന്ന് പറയുന്ന സ്പാൻ നമ്മളെല്ലാം 0 വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്തത്. അപ്പം -6 ക്യാപിറ്റൽ A0 ഇൻറ്റു സ്മോൾ A0 ഡിവൈഡഡ് ബൈ I0 L0. പിന്നെ എ ബിയിൽ മറ്റ് I1 L1 ഒക്കെ അതിനെ കൊണ്ട് -6A1 ഡിവൈഡഡ് ബൈ I1 L1 പ്ലസ് 6E HA0 ഡിവൈഡഡ് ബൈ L0 പ്ലസ് 6E HB ഡിവൈഡഡ് ബൈ L0. സാധാരണ നമ്മൾ 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ തന്നെ അപ്ലൈ ചെയ്യാം. ഇത് ഒരു ഇമാജിനറി അതിനെക്കൊണ്ട് അതിനെല്ലാത്തിനും 0 വെച്ചിട്ടാണ് നൊട്ടേഷൻ എന്നുള്ളൂ. ബാക്കി ഇതിന് 1 അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഇനി I0 എന്ന് വെച്ചാൽ എന്താണ്, ഈ I0 ഇൻഫിനിറ്റി അതിനെക്കൊണ്ട് I0 എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. ഈ I0 ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പം I0 എന്താണ്, ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് ഇവിടെ ഇൻഫിനിറ്റി മാർക്ക് ചെയ്തത്. പ്ലസ് 2MA ഇൻറ്റു I0 എന്ന് പറയുന്നത് എന്താക്കുക, ഇൻഫിനിറ്റി ആക്കുക. പ്ലസ് L1/I1 പ്ലസ് MB ഇൻറ്റു L1/I1 ഈക്വൽ ടു -6 ഇൻറ്റു A0 ഡിവൈഡഡ് ബൈ I0 പിന്നെ എന്താണ്, ഇൻഫിനിറ്റി ഇൻറ്റു L0 -6A1 ഡിവൈഡഡ് ബൈ I1 L1 പ്ലസ് 6E HA0 പ്ലസ് 6E HA0 ഡിവൈഡഡ് ബൈ L0 അതേപോലെ തന്നെ പ്ലസ് 6E HB ബൈ L1. അതായത് ഈ സ്റ്റെപ്പിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, I0 ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻഫിനിറ്റിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ I0 ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇക്വേഷൻ എന്ത് വരും, ഇതേപോലെ വരും. ഇനി 1/∞ എന്ന് വെച്ചാൽ എന്താണ്, 0 ആണ്. അപ്പം 1/∞ 0 ആണ്. അതേപോലെ തന്നെ L0 എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഇമാജിനറി സ്പാൻ ആണ്. അപ്പോൾ ഇമാജിനറി സ്പാനും എന്താണ്, ഇതേപോലെ തന്നെ 0 ആണ്. അപ്പം 1/∞ 0 ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഇമാജിനറി സ്പാനാണ്. അപ്പോൾ അതിന് ലെങ്ത് ഇല്ല, നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്താണ്, 0 ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 1/∞ ഉള്ള ടേംസ് ഒക്കെ എന്താവും, 0 ആവും. അപ്പം ഇതെന്താവും, 0 ആവും. അതേപോലെ തന്നെ പ്ലസ് 2MA ഇൻറ്റു ഈ ടേം എന്താവും, 0 ആവും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും, 2MA ഇൻറ്റു L1/I1 പ്ലസ് MB ഇൻറ്റു L1/I1 ഈക്വൽ ടു -6A0 ഇതെന്താവും, 0 ആവും. -6A1 ഡിവൈഡഡ് ബൈ I1 L1 പ്ലസ് 6E HA0 ബൈ L0. അതിൽ L0 ഉള്ളതിനെ കൊണ്ട് എന്താവും, അതും 0 ആവും. പ്ലസ് 6E HB ബൈ L1. ഇതാണ് എന്ത്, നമ്മൾ റിക്വയർഡ് 3 മൊമെൻ്റ് ഇക്വേഷൻ വിത്ത് ഫിക്സഡ് എൻഡ്. കട്ട് ചെയ്തു.